ഹായ് ഗായ്സ്, വെൽക്കം ടു താനീസ് വേൾഡ്. വീണ്ടും ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലെ 3 ടെൻസുകളെ കുറിച്ച് പഠിച്ചു. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ഇനി അത് മൂന്നും കൂടിയുള്ള കമ്പാരിസൺ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കാരണം നമ്മൾ ഓരോ ടെൻസായിട്ട് പഠിച്ചിട്ട് അതവിടെ വെച്ചിട്ട് കാര്യമില്ല. ഇത് സെൻറ്റൻസ് ആക്കാൻ നമുക്ക് അറിയണം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒറ്റൊരു അർത്ഥം വരുന്ന ഒരു മീനിങ് വരുന്ന ഒരു സെൻറ്റൻസ് അത് നമ്മൾ 3 ടെൻസിലും എങ്ങനെയാണ് വരുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നോക്കാം. ഞാനൊരു കത്ത് എഴുതുന്നു. ഇപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് ഞാൻ ഒരു കത്ത് എഴുതുന്നു. ഐ റൈറ്റ് എ ലെറ്റർ. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഐ യു ദേ വി ഇതിൻ്റെ കൂടെ വെർബിൻ്റെ ഒന്നാമത്തെ ഫോമാണ് വരുവാൻ പറ്റും. അപ്പോൾ ഞാനൊരു കത്ത് എഴുതുന്നു. ഐ റൈറ്റ് എ ലെറ്റർ. അവർ ഒരു കത്ത് എഴുതുന്നു എന്നാണെങ്കിലോ ദേ റൈറ്റ് എ ലെറ്റർ. ദേ റൈറ്റ് എ ലെറ്റർ. ഞങ്ങളൊരു കത്ത് എഴുതുന്നു എന്നാണെങ്കിലോ വി റൈറ്റ് എ ലെറ്റർ. ഞാനൊരു കത്ത് എഴുതുന്നു. ഐ റൈറ്റ് എ ലെറ്റർ. അവർ ഒരു കത്ത് എഴുതുന്നു. ദേ റൈറ്റ് എ ലെറ്റർ. ഞങ്ങളൊരു കത്ത് എഴുതുന്നു. വി റൈറ്റ് എ ലെറ്റർ. ഇനി അവൾ ഒരു കത്ത് എഴുതുന്നു എന്നാണെങ്കിലോ ഷീ റൈറ്റ്സ് എ ലെറ്റർ. ഷീ റൈറ്റ്സ് എ ലെറ്റർ. ഷീ റൈറ്റ്സ് എ ലെറ്റർ. അവനൊരു കത്ത് എഴുതുന്നെന്നാണെങ്കിൽ ഹീ റൈറ്റ്സ് എ ലെറ്റർ. ഹീ റൈറ്റ്സ് എ ലെറ്റർ. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഐ യു ദേ വി എന്നീ സബ്ജക്റ്റുകളോട് കൂടി V1 റൈറ്റ് എന്ന് വരും. ഷീ ഹി ഇറ്റിൻ്റെ കൂടെ റൈറ്റ്സ്, അതായത് വെർബിൻ്റെ ഫസ്റ്റ് ഫോമിൻ്റെ കൂടെ V1 കൂടെ എസ് ഒ ഇ എസ് ഒ ഐ ഇ എസ് ഒ വരും. അപ്പോൾ അവളൊരു കത്ത് എഴുതുന്നു. ഐ റൈറ്റ് എ ലെറ്റർ. ഷീ റൈറ്റ്സ് എ ലെറ്റർ. ഞാനൊരു കത്ത് എഴുതുന്നു. ഐ റൈറ്റ് എ ലെറ്റർ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ, ഇതുവരെയുള്ള ഭാഗങ്ങൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ വരുന്നതാണ്. അടുത്ത പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഞാനൊരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നു. അതായത് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. ഐയുടെ കൂടെ ആം വരും, പിന്നെ വെർബിൻ്റെ കൂടെ ING വരും. വെർബിൻ്റെ കൂടെ ING വരുന്നതിനൊരു പേരും കൂടി ഉണ്ട്, ജെറൻഡ് ഫോം എന്നുകൂടി നമ്മൾ പറയും. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. ഞാനൊരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നു. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. അവർ ഒരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നു. ദേ ആർ റൈറ്റിംഗ് എ ലെറ്റർ. അവർ ഒരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നു. ദേ ആർ റൈറ്റിംഗ് എ ലെറ്റർ. ഞങ്ങളൊരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നു. വി ആർ റൈറ്റിംഗ് എ ലെറ്റർ. വി ആർ റൈറ്റിംഗ് എ ലെറ്റർ. അവൾ ഒരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നു. ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. അവൾ ഒരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നു. ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. അപ്പോൾ ഇത്രയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വരുന്നത്. അപ്പോൾ ഞാനൊരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നു. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. അവർ ഒരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നു. ദേ ആർ റൈറ്റിംഗ് എ ലെറ്റർ. അവൾ ഒരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നു. ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ഇനി നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് പഠിച്ചത് ഒന്ന് നോക്കാം. ഞാനൊരു കത്ത് എഴുതി കഴിഞ്ഞു. ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ. ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ. അവർ ഒരു കത്ത് എഴുതി കഴിഞ്ഞു. ദേ ഹാവ് റിട്ടൺ എ ലെറ്റർ. ദേ ഹാവ് റിട്ടൺ എ ലെറ്റർ. ഇനി ഞങ്ങളൊരു കത്ത് എഴുതി കഴിഞ്ഞു എന്ന് എങ്ങനെ പറയാം? വി ഹാവ് റിട്ടൺ എ ലെറ്റർ. വി ഹാവ് റിട്ടൺ എ ലെറ്റർ. അവൾ ഒരു കത്ത് എഴുതി കഴിഞ്ഞു. ഷീ ഹാസ് റിട്ടൺ എ ലെറ്റർ. അവൾ ഒരു കത്ത് എഴുതി കഴിഞ്ഞു. ഷീ ഹാസ് റിട്ടൺ എ ലെറ്റർ. അവനൊരു കത്ത് എഴുതി കഴിഞ്ഞു എന്ന് എങ്ങനെ പറയാം? ഹി ഹാസ് റിട്ടൺ എ ലെറ്റർ. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഐ ദേ യു വി ഇതിൻ്റെ കൂടെ ഹാവ് പ്ലസ് V3യും ഹി ഷീ ഇതിൻ്റെ കൂടെ ഹാസ് പ്ലസ് V3യുമാണ് വരുന്നത്. അത് നമുക്കൊന്നുകൂടി നോക്കാം. ഞാനൊരു കത്ത് എഴുതുന്നു. ഐ റൈറ്റ് എ ലെറ്റർ. അവർ ഒരു കത്ത് എഴുതുന്നു. ദേ റൈറ്റ് എ ലെറ്റർ. ഞങ്ങളൊരു കത്ത് എഴുതുന്നു. വി റൈറ്റ് എ ലെറ്റർ. അവൾ ഒരു കത്ത് എഴുതുന്നു. ഷീ റൈറ്റ്സ് എ ലെറ്റർ. അവൻ ഒരു കത്ത് എഴുതുന്നു. ഹി റൈറ്റ്സ് എ ലെറ്റർ. ഞാനൊരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നു. ഐ ആം റൈറ്റിംഗ് എ
ലെറ്റർ. അവർ ഒരു കത്തെഴുതിക്കൊണ്ടിരിക്കുന്നു. ദേ ആർ റൈറ്റിംഗ് എ ലെറ്റർ. ഞങ്ങളൊരു കത്തെഴുതിക്കൊണ്ടിരിക്കുന്നു. വി ആർ റൈറ്റിംഗ് എ ലെറ്റർ. അവൾ ഒരു കത്തെഴുതിക്കൊണ്ടിരിക്കുന്നു. ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ഞാനൊരു കത്തെഴുതി കഴിഞ്ഞു. ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ. അവർ ഒരു കത്തെഴുതി കഴിഞ്ഞു. ദേ ഹാവ് റിട്ടൺ എ ലെറ്റർ. ഞങ്ങളൊരു കത്തെഴുതി കഴിഞ്ഞു. വി ഹാവ് റിട്ടൺ എ ലെറ്റർ. അവൾ ഒരു കത്തെഴുതി കഴിഞ്ഞു. ഷീ ഹാസ് റിട്ടൺ എ ലെറ്റർ. അവൻ ഒരു കത്തെഴുതി കഴിഞ്ഞു. ഹി ഹാസ് റിട്ടൺ എ ലെറ്റർ. ഇനി ഞാൻ ഇതുവരെയായിട്ട് ഇതാണ് ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ വയസ്സിലിടയ്ക്ക് വായിച്ച പുസ്തകങ്ങളിലെല്ലാം വെച്ചിട്ട് ഒരു നല്ല പുസ്തകമാണ് ദ സീക്രട്ട് റോണ്ട ബേണിൻ്റെ ദ സീക്രട്ട്, രഹസ്യം എന്നുള്ള ബുക്ക്. നമ്മളുടെ മനസ്സിലെയൊക്കെ നെഗറ്റീവ് തോട്ട്സും നമ്മളൊന്നുമല്ല എന്നായിട്ട് നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല എന്നൊക്കെ പറ്റുന്ന ഒരവസരത്തിൽ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് ദ സീക്രട്ട്. റോണ്ട ബേണിൻ്റെ വിവർത്തനമുണ്ട് സുരേഷ് ആറിൻ്റെ. അപ്പം മസ്റ്റായിട്ടും എല്ലാവരും അത് വായിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.